ഓഫ് ഡേ ആയിരുന്നു. ഓഫ് ഡേ ആയിട്ട് പോലും ഷോപ്പിൽ വന്നത്. എന്ത് ആത്മാർത്ഥതയായിട്ടുള്ള സ്റ്റാഫ്. എവിടെ കിട്ടി ഇങ്ങനെയുള്ളതിനെയൊക്കെ? പെസ്റ്റ് കൺട്രോളിൻ്റെ ആൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ പറ്റിച്ചു. അവൻ ഇത്ര നേരമായിട്ട് എത്തിയില്ല. ഇപ്പോൾ സമയം 10:30 അപ്പോൾ ഇനിയിപ്പോൾ നാളെ വരത്തുള്ളൂ. നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്താൽ ശരിയാവില്ല. ഇനി ഈ വെയിറ്റ് ചെയ്യുന്നതിന് അവർ വന്നിട്ട് ഫൈൻ അടിച്ചിട്ട് പോകും. സലൂണിലെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത്. അപ്പോൾ അതാണ് ഓഫ് ഡേ ആയിട്ട് പോയത്. അവർ കാരണം നമ്മുടെ ഡേറ്റ് ഫിനിഷ് ആയിട്ടിരിക്കും ഫസ്റ്റിൻ്റെ. അപ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പം ഈ ആഴ്ച എന്തായാലും ചെക്കിങ് വരും. ഫസ്റ്റ് വീക്ക് കഴിഞ്ഞില്ലേ, അപ്പം അതിൻ്റെ സീൽ വെച്ചിട്ടില്ലെങ്കിൽ ഫൈൻ വരും. 1000 ദിർഹംസാണ് ഫൈൻ. അപ്പോൾ അത് ഒഴിവാക്കണം. അതിന് 25 റുപ്പീസേ ഉള്ളൂ. അതിന് വേണ്ടി 1000 രൂപ കളയണം. തിരിച്ച് റൂമിലെത്തി. ഇനിയും ഇപ്പോഴൊന്നും ഞാൻ കിടക്കത്തില്ല. കിടക്കാൻ കൊലപ്പാതിരാത്രിയാവും. കാരണം യൂട്യൂബിനകത്ത് ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് പിന്നെ ഞാൻ ഒരു ഡ്രാമ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇംഗ്ലീഷ് ഡ്രാമാസ്. അതൊക്കെ കണ്ട് അതും കണ്ടതിന് ശേഷം ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കാണും. അതുകൂടെ കണ്ടിട്ടേ ഞാൻ കിടക്കാം. കാണില്ല, അത് ഞാൻ വെച്ചിട്ട് ഞാൻ കിടക്കും. കാരണം അത് കേൾക്കുന്ന സ്റ്റോറീസാണ്. അത് കേട്ടിട്ട് എന്നിട്ട് എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോവും. അത് തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ അത് ഇന്നൊരു ടീ കുക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കുടിക്കും ഞാൻ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ട് ഇത്തിരി ഞാൻ പറഞ്ഞിട്ടില്ലേ ഏത് സമയത്ത് ചായ കിട്ടിയാലും ഞാൻ നോന്ന് പറയാറില്ല, അങ്ങോട്ട് കുടിക്കുക തന്നെ. അപ്പം ഇനിയിപ്പോൾ അതൊരു ചായ കുടിച്ചിട്ട് ഇടും. അതോടെ ഞാൻ കുടിച്ചിട്ട് കിടക്കും. ഈ സാധനം കഴിച്ചിട്ടുണ്ടോ എല്ലാവരും? സൂപ്പർ ടേസ്റ്റായത്. ഇത് കഴിച്ചുകൊണ്ടല്ലോ നമുക്ക് ഈ ചിപ്സ് കഴിക്കുന്ന മാതിരിയാണ്, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ലുലു അല്ല സഫാരിന്ന് വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയപ്പം 2 വാങ്ങിച്ചു. രാത്രി 2 കുറച്ചുകൊണ്ട് കിടക്കുന്നൊരു സുഖമല്ലേ അതിന്. ഇത് സൂപ്പർ സാധനം. നമ്മുടെ അവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. കേരളത്തിൽ ഉണ്ടെങ്കിൽ ലുലുവിൽ ഞാൻ കണ്ടിട്ടില്ല. കാണുമായിരിക്കാം. ഇപ്പോൾ ഇങ്ങനെ അവിടെ കിട്ടാത്തതായിട്ട് ഒരു സാധനങ്ങളും ഇല്ല. അപ്പം ഇത് നാട്ടിൽ കിട്ടുവാണെങ്കിൽ എല്ലാവരും വാങ്ങിച്ച് കഴിക്കണം. ചായ എത്തി. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നാട്ടിൽ കിട്ടാറുണ്ട്. ഞാൻ ഈ പ്രാവശ്യം ഇതിൻ്റെ ഇടയിൽ ഞാനൊരു 2 ഡേയ്സ് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ. അപ്പം രാത്രിയിൽ എനിക്ക് 10 o'clock ആയിരുന്നു ഫ്ലൈറ്റ് റിട്ടേൺ. അപ്പം ഞാൻ ട്രിവാൻഡ്രത്താണ് സ്റ്റേ ചെയ്തത്. അപ്പം സമയമുള്ളതുകൊണ്ട് ലുലുവിലോട്ട് പോയി. എന്നിട്ട് അപ്പം ഒരു തോർത്ത് വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ തോർത്ത് വാങ്ങാൻ ലുലു ചെന്നപ്പം റേറ്റ് എടുത്തപ്പം 360 രൂപ. അപ്പം ഞാൻ ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞു 360 രൂപ തോർത്തിന് വേണമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ അയച്ചു. അത് ഇവിടുത്തെ ലുലുന്ന് ഒരു ഫോട്ടോ അയച്ചു 4 ദിർഹംസിന്. അപ്പം എന്നോട് നീ ആ 360 രൂപയുടെ തോർത്ത് അവിടെ വെച്ചിരുന്നു, നീ പോകുന്നു ഇവിടെ 4 ദിർഹംസിന് വായിക്കാതെ പറഞ്ഞു. അപ്പം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ലുലുവിൽ. ഇവിടെ ഞങ്ങൾ പല സാധനങ്ങളും പോയിട്ട് ഇത്ര ദിർഹംസ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരും വാങ്ങാതെ. പക്ഷേ ഞാൻ നോക്കണേ നമ്മുടെ തിരുവനന്തപുരത്തെ ലുലുവിൽ ഫ്രീ കിട്ടുന്ന പോലെ ആൾക്കാർ ഇത്ര